നമസ്കാരം, വെൽക്കം ടു സിംപ്ലി ശ്രീ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ കുളത്തൂപ്പുഴ ശ്രീ ബാലശാസ്താവിനെ ദർശിച്ച ശേഷം തെങ്കാശി ശ്രീ കാശി വിശ്വനാഥന്റെ ചൈതന്യം അനുഭവിച്ചറിഞ്ഞ ശേഷം തെങ്കാശിയിലെ തന്നെ തിരുമലൈ മുരുകൻ ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ മധ്യയിലാണ്. തമിഴ്നാട്ടിൽ തിരുനെൽവേലി ജില്ലയിലെ തെങ്കാശി താലൂക്കിൽ പൺപൊഴി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മുരുകൻ ക്ഷേത്രമാണ് ഈ തിരുമലൈ ക്ഷേത്രം. കേരളവുമായി പങ്കുവെക്കുന്ന അതിർത്തിക്കടുത്ത് പശ്ചിമഘട്ടത്തിൽ ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്ര കവാടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നാം ഇപ്പോൾ. മല അടിവാരത്തിൽ നിന്നും മുകളിൽ ക്ഷേത്രത്തിലേക്ക് വാഹനത്തിലൂടെ പ്രവേശിക്കാൻ പാർക്കിംഗ് ഫീ ഇവിടെ ഈടാക്കുന്നുണ്ട്. കാറുകൾക്ക് 50 രൂപയും 2 വീലറുകൾക്ക് 20 രൂപയുമാണ് ഫീ ഈടാക്കുന്നത്. ക്ഷേത്ര കവാടത്തിൽ നിന്നും കുന്നിൻ മുകളിലേക്കാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുഷ്പ എന്ന ഹിറ്റ് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഒന്നാണ് ഈ തിരുമലൈ കോവിൽ. ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ 2 വഴികളാണുള്ളത്. നമ്മൾ കണ്ട ക്ഷേത്ര കവാടത്തിൽ നിന്നും ഏകദേശം 624 പടികൾ വഴിയും, അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന വാഹനത്തിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാതയിലൂടെയും എത്തിച്ചേരാവുന്നതാണ്. ഇത് മുരുകന്റെ വാഹനമായ മയിൽ വാഹനത്തിന്റെ ചിഹ്നമാണ്. തൊട്ടടുത്തായി ക്ഷേത്രക്കുളം നിങ്ങൾക്ക് കാണാം. ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കായി ഈ കുളത്തിലെ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ക്ഷേത്രമലയുടെ ഉച്ചയിൽ നിന്നും കാണുന്ന കാഴ്ച അതിമനോഹരവും പ്രകൃതി രമണീയവുമാണ്. ഒരു രക്ഷയുമില്ലാത്ത ഒരു അടിപൊളി വ്യൂ തന്നെയാണ് ഈ ഭൂപ്രദേശം. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുരുകൻ തിരുമലൈ മുരുകൻ എന്നും തിരുമലൈ കുമാരസ്വാമി എന്നും അറിയപ്പെടുന്നു. കൂടാതെ തന്നെ തിരുമലൈ കാളിയമ്മൻ എന്നറിയപ്പെടുന്ന ദേവിയുടെ പ്രതിഷ്ഠയും കൂടെ ഈ ക്ഷേത്രത്തിലുണ്ട്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറ്റവും വിശേഷമായ ക്ഷേത്രം കൂടിയാണ് ഈ തിരുമലൈ കോവിൽ. പുഷ്പ മൂവിയിലെ അല്ലു അർജുൻ സ്റ്റെപ്പ് ഡാൻസ് കളിക്കുന്ന ഈ പാറപ്പുറത്താണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നല്ല കാറ്റാണ് ഗൈസ്. ഇവിടെ മൊത്തം ഭയങ്കര ഒത്തിരിയായിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം 106 കിലോമീറ്റർ അകലെയാണ്, അതായത് നമ്മുടെ ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡറിലാണ് ഈ തിരുമലൈ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മുരുക ഭഗവാനെ തിരുമലൈ കുമാരസ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ തിരുമലൈ മുരുകൻ എന്നും ഒരു പേരുണ്ട്, അങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. തിരുമലൈ മുരുക ഭഗവാന്റെ ദർശനം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു. നല്ല വിശപ്പുണ്ട്, ഇനി ഉച്ചഭക്ഷണം കഴിക്കണം. തെങ്കാശി യാത്രക്കിടയിൽ നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ
പറ്റിയ ഒരു സ്പോട്ടാണ് ശ്രീ മധുരം റെസ്റ്റോറൻറ്റ്. ഗുണമേന്മയുള്ള ഭക്ഷണം, ഊഷ്മളമായ അന്തരീക്ഷം, ശ്രദ്ധാപൂർവമായ സേവനം എന്നിവയെ അഭിനന്ദിക്കുന്നവർ ഈ റെസ്റ്റോറൻറ്റ് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ ഒത്തിരി വൈറലായ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കിയ സുന്ദരപാണ്ഡ്യപുരത്തേക്കാണ്. സീസൺ അല്ല, എന്നാലും ഇവിടെ വന്നതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുന്ദരപാണ്ഡ്യപുരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒത്തിരി ആകാംക്ഷയോടെ നോക്കുന്ന ഒരു സംഭവമാണ്. ഫ്ലവേഴ്സിന്റെ ഒരു കൂട്ടം സൺഫ്ലവറിന്റെ ഒരു ഇത് തന്നെയാണ് ഈ സ്ഥലത്താണ്. സുന്ദരപാണ്ഡ്യപുരത്ത് ഈ പറഞ്ഞ ഈ സൺഫ്ലവേഴ്സിന്റെ നമ്മൾ എല്ലാ വീഡിയോസിലും ഒത്തിരി വീഡിയോസിലും ചാനലിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലമാണിത്. ഓക്കെ, അപ്പം ഒത്തിരി പൂ കാണാമെന്ന് ആഗ്രഹിച്ചു വന്നു, പക്ഷെ ഒരു പൂ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഉള്ള ചേട്ടൻ തോട്ടത്തിന്റെ ഓണറാണ്. അപ്പൊ എന്നെ പേരെന്നാ? மணிகண்டன். என் பேரு ஸ்ரீநாத். எந்த டைம்ல வந்தா பார்க்க முடியுங்க? ஜூலை வந்து லாஸ்ட்ல வரணும். ஜூலை 15க்கு மேல, அதாவது ஆகஸ்ட் 15 கரெக்டா அந்த 1 மந்த் வந்து ஃபுல்லாவே வந்து அதை கனெக்ட் பண்ணி எல்லா இடத்துலயுமே போட்டுருக்கோம். ஏன்னா ஜூன்ல தான் வந்து எல்லாமே அந்த நாட்டு போகிறது எல்லாமே இது பண்ணி நம்ம வளர்ச்சி கண்டு அந்த பூவெல்லாம் பார்க்கணும்னா கரெக்டாக நம்ம வந்து அந்த ஜூலைக்கு மேலே ஒவ்வொரு இடத்துலையும் ஒரு 10 நாள் முன்னத்து மேலே போட்டுறதுனால நீங்கள் வந்து அந்த ஜூலை 15லேருந்து ஆகஸ்ட் 15க்குள்ளே வந்தால் ஃபுல்லாக பார்க்கலாம். நிறைய ഏക്കർ കണക്കിൽ പോട്ടിരിക്കും. കേട്ടല്ലോ ഗൈസ്. ഇപ്പൊ മണികണ്ഠൻ ചേട്ടൻ പറയുന്നതെന്ന് വെച്ചാല് ജൂലൈ മാസം വന്നു കഴിഞ്ഞാല് ജൂലൈ ടു ഓഗസ്റ്റ് എൻഡ് വരയ്ക്കും, ഓഗസ്റ്റ് സെപ്റ്റംബർ എൻഡ് വരയ്ക്കും അല്ലെ? സെപ്റ്റംബർ മാസം, ജൂലൈ സ്റ്റാർട്ട് ചെയ്ത് ഓഗസ്റ്റ് എൻഡില് നമുക്കത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇദ്ദേഹം എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു പൂ മാത്രം, നിൽക്കുന്ന പൂ മാത്രം എടുത്തു തരാനായിട്ട് പോവുകയാണ് അദ്ദേഹം. എന്തായാലും മണികണ്ഠൻ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഒരു പൂ എങ്കിലും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് സൺഫ്ലവർ. ഇവിടെ സുന്ദരപാണ്ഡ്യപുരത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൺഫ്ലവർ ഇവിടെയാണ്, ആ ഒരു ഏരിയ. അപ്പം ரொம்ப நன்றி மணிகண்டன் அண்ணா, ரொம்ப 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 நன்றி. என்ன சொல்ல, இது இப்போ ஒரு பூவாவது பாக்குறதுக்கு வந்து சான்ஸ் கிடைச்சிருக்கு. குட்டி குட்டியா இருக்கு. அந்த விதை வந்து முளைச்சு விழும்போது பாத்தீங்கன்னா விழுந்துரும். அது துணி அடிக்காம இருக்கிறதுனால മുളച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അദ്ദേഹം പറയുന്നത് വെച്ചാല് ചെറിയ ഇപ്പം ആക്ച്വലി ഇപ്പം ഇത് വിത്തിട്ടിട്ടുണ്ട്, വിത്ത് പാകിയിട്ടുണ്ട്. അപ്പം അതിൽ ചെറിയ ചെടികളായിട്ട്, പ്ലാന്റ്സ് ആയിട്ട് വളർന്ന് നിൽക്കുകയാണ്. അപ്പൊ അത് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇത് വളർന്ന് കുറെ വലുതായിട്ട് ഇതിന്റെ സീഡ് തന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവിടുകയാണെങ്കിൽ വളരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വന്ന് വീട്ടിൽ കൊണ്ട് പൊട്ടുന്ന വളരൂല്ല, அப்படியே மண்ணில் வச்சுன்னா வளரும் இல்லையா? ஓகே, ரொம்ப சொல்லுங்கண்ணா. അപ്പം ரொம்ப 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 നന്ദി. അപ്പം മണികണ്ഠൻ ചേട്ടന് ഒത്തിരി താങ്ക്സ്, സിംപ്ലി ശ്രീയുടെ വക. ഓക്കെ, നമ്മൾ എന്തായാലും ഒരു പൂ കണ്ടു, അത് നമുക്ക് എടുക്കാനും പറ്റി. ഒത്തിരി താങ്ക്സ്, ரொம்ப ரொம்ப നന്ദി അണ്ണാ. താങ്ക് യു. കൂടാതെ ഇവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള സുരണ്ടൈ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്നും ആവശ്യമായ വെജിറ്റബിൾ വാങ്ങിയ ശേഷം വീണ്ടും സുന്ദരപാണ്ഡ്യപുരത്തു നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. അങ്ങനെ ഭഗവാന്റെ ചൈതന്യവും സുന്ദരപാണ്ഡ്യപുരത്തെ ഒരു പുഷ്പവുമായി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഗുഡ് നൈറ്റ്.